നമസ്കാരം സാർ. അപ്പോൾ നമസ്കാരം. നമ്മുടെ പാനിക്കുളങ്ങര നമ്പർ 1 നമ്പർ 2 അപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ, ഇപ്പോൾ കായെടുക്കുന്ന സീസൺ ആയതുകൊണ്ട് പ്രേക്ഷകരുടെ റിക്വസ്റ്റ് അതും പ്രകാരമാണ് രണ്ടാമത്തെ വീഡിയോയും. അപ്പോൾ നമുക്ക് പാനിക്കുളങ്ങര നമ്പർ 1 ഇത്രയധികം കായും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൃഷി രീതിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. പനികുളങ്ങര നമ്പർ 1-ൻ്റെ കൃഷി രീതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പം പ്രത്യേകിച്ച് മറ്റ് ഏലം കൃഷി ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നാരുകെട്ടിയുള്ളതായതുകൊണ്ട് തണ്ടുപരപ്പൻ്റെയും പിന്നെ പാനിക്കൽ പൗഡർ, ക്യാപ്സ്യൂൾ പൗഡറൊന്നും കൂടുതൽ ഇത് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ മരുന്നടി കാര്യങ്ങൾ നോക്കി ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ശല്യങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് മരുന്നടിക്കുന്നു എന്നുള്ള ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമുക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ മരുന്നടിക്കുക, രോഗം വരുന്നില്ലെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ അതാണ് ആ ഒരു സിസ്റ്റമാണ് നമുക്ക് കൃഷിക്കാർക്ക് തുടർന്ന് പോകാൻ നല്ലത്. പിന്നെ ഇത്രാം ദിവസം മരുന്നടിക്കണം എന്നുള്ളൊരു തീരുമാനം വെച്ചിട്ട് ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് മരുന്നടിക്കുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മരുന്ന് കഴിക്കുന്നത് രോഗം വരുമ്പോഴാണ്. അപ്പോൾ രോഗമുണ്ടോയെന്ന് നോക്കുക, നിരീക്ഷിക്കുക. നിരീക്ഷണമാണ് ഒരു കൃഷിക്കാരനാകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നിരീക്ഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ മട്ടിൽ നമ്മൾ നിരീക്ഷിക്കാറില്ല. ആ സമയാസമയത്തിന് കുറച്ച് വളം ചെയ്യുന്നു അല്ലെങ്കിൽ മരുന്ന് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു കൃഷി രീതിയല്ല നല്ലത്. നിരീക്ഷിച്ചിട്ട് നമുക്ക് തണ്ടുപരപ്പൻ വരാൻ സാധ്യതയുള്ള ചില സമയങ്ങളുണ്ട്. തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വെയിലിലേക്ക് വരുന്ന സമയത്ത് തണ്ടുപരപ്പൻ വരാനുള്ള സാധ്യത ആ സമയത്താണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ വെയിൽ കാണുന്ന സമയത്ത് ഒരു തണ്ടുപരപ്പനുള്ള മരുന്ന് കൊടുത്താൽ 1-2 പ്രാവശ്യത്തെ മരുന്നടി തണ്ടുപരപ്പിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ വരുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ പാനിക്കൽ പൗഡർ എന്ന് പറയുന്നത്, പാനിക്കൽ പൗഡർ വരുന്നത് മിക്കവാറും ആ ചരമടിച്ച് നീണ്ടു വരുന്ന സമയത്താണ്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ത്രിപ്സ് വരുന്നത്, അതൊക്കെ ആ ചരമടിച്ച് നീണ്ടു വരുന്ന സമയത്താണ് കൂടുതൽ വരുന്നത്. ആ സമയത്താണ് ത്രിപ്സിനും ഒക്കെ പാനിക്കൽ പൗഡറിനുള്ള മരുന്ന് കൊടുക്കേണ്ടത്. പിന്നെ മെയ് മാസം പോലെ അങ്ങനെയുള്ള സമയത്ത് ക്യാപ്സ്യൂൾ നല്ല സോഫ്റ്റായിട്ട് നിറച്ചുണ്ടാകുന്ന സമയത്താണ് ക്യാപ്സ്യൂൾ പൗഡർ വരുന്നത്. ആ സമയത്താണ് നമ്മൾ ക്യാപ്സ്യൂൾ പൗഡറിന് ഉണ്ടെങ്കിൽ അറ്റാക്ക് വരുന്നു എന്ന് കണ്ടാൽ അതിനുള്ള മരുന്ന് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിന് നമ്മുടെ ഈ ചെടിക്ക് പനികുളങ്ങര നമ്പർ 1 എന്ന് പറയുന്ന വെറൈറ്റിക്ക് ഈ പറയുന്ന ഇത് എല്ലാം കുറവുള്ളത് കൊണ്ട്, അറ്റാക്ക് രോഗങ്ങളും കീടങ്ങളും എല്ലാം കുറവുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് അത്യാവശ്യം വേണ്ടി വന്നാൽ മാത്രം ചെയ്യുക. അതാണ് മരുന്ന് സംബന്ധമായിട്ടുള്ളത്. പിന്നെ വളം, ജൈവവളം കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. രാസവളം നമുക്ക് കുറച്ച് വേനൽക്കൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ മറ്റ് ചെടികൾക്ക് ചെയ്യും പോലെ തന്നെ ഇതിനും നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പച്ചച്ചാണകം സാർ ഉപയോഗിക്കുന്നുണ്ട്? പച്ചച്ചാണകം ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എനിക്കത് നല്ലതാണെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത് വേനൽക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ അവൈലബിളായിട്ട് വരുന്നത് ഉണക്ക ചാണകങ്ങൾ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കച്ചാണകം പൊടിച്ച് അങ്ങനെയാണ് ഇടുന്നത്. ചാണകമോ ആട്ടുംകാട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, പിന്നെ വേപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാം സാർ. ഇപ്പോൾ കീടനാശിനി പ്രയോഗത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്. ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ അവൻ കിട്ടുന്ന ഒരു കുറച്ച് സമയമെങ്കിലും ഡെയിലി കൃഷിത്തോട്ടം വിസിറ്റ് ചെയ്യുന്നതായിരിക്കില്ല ഇത് കുറയ്ക്കാൻ ഏറ്റവും നല്ലത്? അത് തന്നെയാണ്, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു ശരിക്കും ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്നത് കുറേ തോട്ടം കൃഷി ചെയ്യുന്നത് കൊണ്ട് കൃഷിക്കാരനാവില്ല. അതൊരു പ്ലാന്റർ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര തോട്ടം ഉണ്ടെങ്കിലും ആ കൃഷി സ്ഥലത്ത് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ആ നിരീക്ഷണാടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അതാണ് ഇത്. നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ എപ്പോഴും നമ്മളെ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളതിന് കൂടുതൽ കെയർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം. കൃഷിയെ എപ്പോഴും നമ്മളുടെ ഒരു സാമീപ്യം ഇഷ്ടപ്പെടുന്ന ഒരു സസ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിനും ജീവനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഗതികൾക്കും അതിൻ്റേതായ ഒരു ജീവനും ഇതുമുണ്ട്. അപ്പോൾ നമ്മുടെ സാമീപ്യം, അത് നമ്മൾ ആരായാലും ആ കൃഷിയെ സ്നേഹിക്കുന്ന ആൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു ചെമ്പ് ഒടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ നിർത്തിവിടാനോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ളൊരു മാർഗ്ഗം നോക്കുന്നത് പോലെ തന്നെ ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് കിടന്നാൽ ആ കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ അത് വരുമ്പോൾ അത് അതിൻ്റെ അടുത്ത് മാറ്റി വിടുന്നു, ഒരു വള്ളി കയറി കിടന്നാൽ പൊട്ടിച്ച് കളയുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. അത് വരുമ്പോൾ ആ ഒരു സാമീപ്യം ആ ചെടി ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് നമ്മൾ നിരീക്ഷണത്തിൽ കൂടി തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിൽ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, കൃഷിയെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്.
ഇനി എൻ്റെ ഒരു അറിവും വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അമിതമായ കീടനാശിനി പ്രയോഗം ഇതിൻ്റെ സ്മെല്ല് കുറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അമിതമായ കീടനാശിനി പ്രയോഗം സ്മെല്ല് മാത്രമല്ല, ഇതിൻ്റെ അരിയുടെ ക്വാളിറ്റി കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ സമയത്ത് നമ്മൾ അരി പാകാനായിട്ട് കായെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ കറുത്ത അരി എണ്ണം കുറവായിട്ട് കാണുന്നു. അപ്പോൾ ആ വെളുത്ത അരികളും കൂടി കാണുന്നു. പഴുത്ത കായൽ വെളുത്ത അരി വരാൻ പാടില്ല. അത് അങ്ങനെ വരുന്നത് ഏതെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റം കൊണ്ടാണോ എന്ന് അത്ര തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അമിതമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം കൊണ്ട് അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റിയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. സാറിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു പുതിയ അറിവുകളായിട്ടാണ് തോന്നുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ സുരേഷ് എന്നൊരു സാറ് പറഞ്ഞു തന്നിരുന്നു, പക്കം നോക്കി മരുന്നടിക്കുകയാണെങ്കിൽ, അതായത് കീടനാശിനി പ്രയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ലാഭമാണ്. അതുപോലെ തന്നെ നമുക്ക് വിഷമയമില്ലാത്ത ഒരു ഏലക്ക ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്ന് പറയാം. അതായത് ഇളമ്പക്കവും മൂത്തപ്പക്കവും ഇല്ലേ, ഇപ്പോൾ കറുത്തവാവ് വെളുത്തവാവ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് 100% ശരി തന്നെയാണ്. കാരണം ഈ പക്കത്തിലാണ് ചില കീടങ്ങളുടെ ശല്യം കൂടുതലുണ്ടാകുന്നത്. അതായത് ഇളമ്പക്കം എന്ന് പറയുമ്പോൾ സസ്യങ്ങളിൽ ഒരു മതിരിപ്പ് അല്ലെങ്കിൽ അത് ആ സസ്യം കീടങ്ങൾക്ക് തിന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഇളമ്പക്കം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മരങ്ങൾ തന്നെയാണെങ്കിലും ഇളമ്പക്കത്ത് വെട്ടിക്കഴിഞ്ഞാൽ അത് കുത്തിപ്പോകുന്നു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അത് ചെടികളിൽ എല്ലാത്തിനും തന്നെ ആ ഒരു അനുഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മരുന്നടിക്കുമ്പോൾ ഇങ്ങനെ പക്കം നോക്കി മരുന്നടിക്കുന്നത് ആ കീടങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞാൻ പക്കമെന്ന് പറഞ്ഞില്ല എങ്കിലും ഈ കീടങ്ങളുടെ ശല്യം വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഇളമ്പക്കം വരുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കാലാവസ്ഥയായിട്ടും കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഇളമ്പക്കമാണ് എങ്കിലും തുടർച്ചയായിട്ട് മഴ കിട്ടുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ തണ്ടുവരപ്പൻ്റെ ആക്രമണം കുറവായിരിക്കും, ത്രിപ്സിൻ്റെയും ആക്രമണം കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പക്കം നോക്കുമ്പോഴാണെങ്കിലും കാലാവസ്ഥയും കൂടി നോക്കുന്നത്, ഇത് രണ്ടും കൂടിയും സംയോജിപ്പിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഏലച്ചെടിയുടെ ലിറ്റർ വെയിറ്റ് എത്ര കിട്ടുന്നുണ്ടെന്ന് പറയാമോ? ലിറ്റർ വെയിറ്റ് ഇതിന് 4.5 മുതൽ 4.25 ആ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. വേനലായി കഴിഞ്ഞാൽ അത് 4ലേക്കും 3.25 കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെയിറ്റ് അത് എത്ര കിലോ ഉണങ്ങുമ്പോൾ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലിറ്റർ വെയിറ്റ് എന്ന് പറയുമ്പോൾ 400-450 വരെ ലിറ്റർ വെയിറ്റ് കിട്ടാറുണ്ട്. 480 വരെ കിട്ടാറുണ്ട്. നല്ല പഴക്കായ എടുക്കുന്ന സമയത്ത് 480 വരെ ലിറ്റർ വെയിറ്റ് കിട്ടാറുണ്ട്. 410 താഴെ പോകാറില്ല. അപ്പോൾ നമുക്കൊരു കാ പൊട്ടിച്ച് നോക്കാം, അരിയുടെ എണ്ണം നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിറച്ച അരിയാണ്, നല്ല വലിപ്പമുള്ള അരിയാണ്. തൊണ്ടുകെട്ടി ഉണ്ടോ സാറേ? തൊണ്ടുകെട്ടി കുറവാണ്. തൊണ്ടുകെട്ടി കുറവായതുകൊണ്ടാണ് നമുക്ക് കായ ഉണങ്ങുമ്പോഴും വലിപ്പത്തിൽ വലിയ കുറവ് വരാതിരിക്കുന്നതും. ഇതിലിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 അരി വരെ കാണുന്നുണ്ട്. 22 അരി വരെ ഇതിനകത്ത് ഇപ്പോൾ കണ്ടതിൽ കാണുന്നു. 22 അല്ല കേട്ടോ, ഇത് കൂട്ടി ജോയിൻ്റ് ആയിട്ടിരിപ്പുണ്ട്. 4 അരി, 22, 23, 24 അരിയുണ്ട്. 24 അരി. അപ്പോൾ ഒരു നല്ല റിസൾട്ടാണ്. ഈ അരിയെണ്ണം പ്രത്യേകം നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഒരാളുടെ ഒരു വെറൈറ്റി സെലക്ട് ചെയ്യുമ്പോൾ അരിയെണ്ണം എത്ര കിട്ടും എന്നാണ് നോക്കുന്നത് ആദ്യം ചോദിക്കുന്നത്. ഇത് അരി എണ്ണം ഇപ്പം ഇത് 27 മുതൽ 33 അരി വരെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ പനികുളങ്ങര നമ്പർ 1-ൻ്റെ. ഇപ്പം നമുക്കിത് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ കായെടുത്ത് പോയതല്ലേ ചേച്ചി? കായെടുത്ത് പോയ ഇടിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഇത് തന്നെ ഇതിനകത്തുനിന്നൊരു 10 കാ വരെ നമ്മൾ എടുത്തതാണ്.
മനസ്സിലായോ? 10 കാ വരെ എടുത്തു പോയ ഇതിലാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ കായ വരുമ്പോൾ ഇതിലും വലിപ്പമുള്ളതായിരിക്കും. അപ്പോൾ അതിന് 27 മുതൽ 31, 33 അരി വരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അരി എണ്ണത്തിൽ മാത്രമല്ല അരിയുടെ വലിപ്പം കൂടി നോക്കണം. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി ഏത് വെറൈറ്റി ആയിക്കോട്ടെ അതിൻ്റെ അരി എടുത്ത് നോക്കുമ്പോൾ എണ്ണം പോലെ തന്നെ പ്രാധാന്യമാണ് വലിപ്പം. വലിപ്പം കൂടുതലുള്ള അരിയാണെങ്കിൽ എണ്ണം ശകലം കുറഞ്ഞു കഴിഞ്ഞാലും തൂക്കത്തിലൊട്ടും കുറയുക. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു വെറൈറ്റി വാങ്ങിക്കൊണ്ട് പോവാണെങ്കിലും കർഷകർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അരിയെണ്ണമൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്യും. അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതിപ്പോൾ ഓരോ കാലാവസ്ഥയിലും ഇപ്പോൾ ഈ വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ അരിയെണ്ണം കുറവ് വരുന്നതും ഉൽപ്പാദനം കുറവ് വരുന്ന ഒരു വർഷമാണിത്. ഇപ്പോൾ ഈ വർഷം ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിൽ തന്നെ ഏലം അഴുകിപ്പോയി. മൊത്തം ഭയങ്കരമായിട്ട് അഴുകൽ വന്ന് പോയിരിക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ. അതേസമയത്ത് നമ്മുടെ ഈ പാനികുളങ്ങര നമ്പർ 1 ഇടുക്കി ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സാമാന്യം ഇത് ഇതുവരെ ബോഡോമിസം പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ COC മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇത്രയും അഴുകലില്ലാണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകതയിൽ അരിക്കട്ടി കുറവായിരിക്കാം, ബോൾഡ് കുറവായിരിക്കാം. പക്ഷെ നമ്മളുടെ ഇതിന് ത്രിപ്സും ഇല്ല, ബോൾഡ് കുറവില്ല. അത്യാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇതിനകത്ത് വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെടിയിൽ ഇതുപോലെ അടുത്ത വർഷത്തേക്ക് ഇത്രയും ചിമ്പുണ്ടാകുക എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തേക്ക് അതുപോലെ കായ്പ് കുറയില്ല എന്നുള്ളതാണ് അതിനൊരു ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. വേനൽക്ക് ഭയങ്കരമായിട്ട് വേനൽ വരുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചെടി തമ്മിലുള്ളൊരു പ്രത്യേകത. അപ്പോൾ കാലാവസ്ഥയിൽ ഇങ്ങനെ ഉള്ള അരിയുടെ എണ്ണത്തിൽ കുറവ് വരാം, കായുടെ വലിപ്പത്തിൽ കുറവ് വരാം, ത്രിപ്സ് കൂടുതൽ കുറവ് വരാം, അല്ലെങ്കിൽ തണ്ടുവലുപ്പം കൂടുതൽ കുറവ് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് കാലാവസ്ഥയെ ആസ്പദമാക്കിയിട്ടിരിക്കും. ഇപ്പോൾ ഈ പാനിക്കുളങ്ങര 1 ഈ ഒരു ഏലം വെറൈറ്റി എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു സിമ്പിൾസ് ഒന്ന് കാണിച്ചു തരാമോ? ഇതിപ്പം ചരത്തിന് നീളം കൂടുതലുണ്ടാവും. ഇതിപ്പോൾ 7 അടി വരെ നീളമുണ്ട്. ഒരു ചരത്തിന് 7 അടി വരെ നീളമുണ്ട്. ഇപ്പോൾ ആ ചെടികളിലെല്ലാം തന്നെ അങ്ങനെയുണ്ട്. അതൊന്ന്. പിന്നെ ഇതിൻ്റെ കാപ്സ്യൂള് ഒരു ലോങ് റൗണ്ട് ടൈപ്പാണ്. കുറച്ചുകൂടി ലോങ് റൗണ്ട് ടൈപ്പാണ് ഇതിൻ്റെ കാപ്സ്യൂൾ വരുന്നത്. അത് പിന്നെ നല്ല ഗ്രീനാണ്. ഇപ്പോൾ നമ്മൾ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇത് പിന്നെ കളറടിച്ചതാണെന്ന് തോന്നിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പച്ചയ്ക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത്രയും കളർ നമ്മൾ ഉണങ്ങുമ്പോഴും ഇതിന് കിട്ടുക. അപ്പോൾ അങ്ങനെ അത് പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണവും എത്ര പഴുത്ത് കഴിഞ്ഞാലും ആ കായ ഇപ്പോൾ നമ്മളെ പൊട്ടിച്ച കായ പഴുത്ത കായാണ്. പക്ഷേ അതിൻ്റെ നമ്മളെടുത്തപ്പോൾ അത് നല്ല പച്ച കളറ് തന്നെയാണ്. ഇതിൽ ഏത് പഴക്കായ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാലും അത് കണ്ടോ, ഇത് പച്ച കളറാണിത്. ഇത് പച്ച കളറാണ്. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, പഴുത്ത കായ. ഇത് ശരിക്കും പഴുത്ത കായ. പക്ഷേ ഇതിന് പച്ച കളറാണ്. ഉണങ്ങുമ്പോഴും പച്ച കളർ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കായ ചുണ്ട് പൊട്ടുകയില്ല. സാധാരണ തൊലിക്കട്ടി കൂടുതലുള്ള കായ ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ പഴുത്ത കായയുടെ ചുണ്ട് പൊട്ടും. പക്ഷേ നമ്മുടെ ഈ പാനികുളങ്ങര നമ്പർ 1 എന്ന് പറയുന്നതിൻ്റെ നമ്പർ 2ഉം മിറാക്കിളും 3 എണ്ണത്തിനും ഇങ്ങനെ പഴുത്ത കായയുടെ ഉണങ്ങി വരുമ്പോൾ ചുണ്ട് പൊട്ടി അരി പുറത്തു പോകില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഉണക്ക് ഇതിൽ 4.25 മുതൽ താഴത്തേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏത് മഴക്കാലത്താണെങ്കിലും 4.25 ആ റേഞ്ചിൽ നമുക്ക് ഉണക്ക കിട്ടും ഒരു കിലോ പച്ചക്കായ ഉണങ്ങുമ്പോൾ. ഞാൻ ചോദിക്കാനൊരു പ്രത്യേക കാരണം ആരെയും കളിപ്പിക്കരുത്. അതുകൊണ്ടാണ് സാറിനെ നമ്മൾ ഇപ്പോൾ ഇത് നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഏത് തൈ, ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുവെങ്കിലും ഇവിടെ നിൽക്കാനുള്ള സൗകര്യത്തിന് നിൽക്കുന്നു. അതേസമയത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. ഏത് ചെടി നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരേ യൂണിഫോമായിരിക്കും. അതിൻ്റെ ചിമ്പ് വരുന്നതും അത് കായയുടെ വലിപ്പവും എല്ലാം തന്നെ ആ ഒരു യൂണിഫോമിൽ കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലാതെ ഒരു ചെടിയിൽ കുറച്ച് ചിമ്പുണ്ടാകുന്നു, പിന്നെ ചെടിയിൽ ചിമ്പ് ഇല്ലാതെ വരുന്നു, അങ്ങനെയല്ല. ധാരാളം ചിമ്പടിക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നാലും അതിനാ ചിമ്പ് കിട്ടും. ഈ നമ്മുടെ തെറ്റായ ചെയ്തികൾ കൊണ്ടാണോ ഒരു വർഷം കാ കൂടുതലും അടുത്ത വർഷം കാ കുറഞ്ഞു പോകുന്നതും? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ്.
ചിലതിന് നമ്മൾ ചിമ്പ് അടിക്കുന്ന വർഷം കായ് ചിമ്പടിച്ചാൽ പിറ്റേ വർഷം കായ് നല്ലതായിരിക്കും, അതിന് അടുത്ത വർഷത്തേക്ക് ചിമ്പ് കുറവായിരിക്കും. അങ്ങനെയുള്ള വെറൈറ്റികൾക്ക് പിറ്റേ വർഷം കായ് കുറവായിരിക്കും. അതേസമയത്ത് തന്നെ ചിമ്പ് നിറച്ച എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കുമ്പോൾ ഇതിപ്പോൾ ഇത്രയും കായ്ച്ചു കിടക്കുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് പുതിയ ചിമ്പുകൾ കണ്ടോ, ഇതെല്ലാം പുതിയ ചിമ്പുകൾ ധാരാളം വന്നു. നല്ല കരുത്തുമുണ്ട്, പച്ചപ്പൂ, നല്ല കരുത്തും പച്ചപ്പുമുള്ള പുതിയ ചിമ്പുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അടുത്ത വർഷത്തിന് ക്രോപ്പ് കുറയേണ്ട കാര്യമില്ല. ചിമ്പ് കുറവാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രോപ്പ് കുറയുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് കായ്ക്കുന്ന ചെടിക്ക് ചിമ്പ് കുറവ് വരുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ നമ്മുടെ ചെടിക്ക് അതില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരുപോലെ നമുക്ക് ഒരുപോലെ കായ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പാനിക്കുളങ്ങര 1, 2 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമുള്ള കമ്പാരിസൺ വരും. അത് നമ്മൾ നമ്പർ 2 കാണിക്കുമ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടും നമ്മൾ അതിന് ഇപ്പോൾ തന്നെ ഇതിനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിൻ്റെ ചിമ്പുകൾ ഇങ്ങനെ വളരുമ്പോൾ ഈ സൈഡിലേക്ക് കുറച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ ചെടികളും ഏലം അങ്ങനെയാണ്, കുറച്ച് വളർന്നു വരുമ്പോൾ കുറച്ച് സൈഡിലേക്ക് പോകും ആ ചെടികൾ. അത് ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് വീതി കൂടുതലുണ്ട്. നമ്പർ 2വിനും അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഇല വീതി കൂടുതലുണ്ട്. പിന്നെ ഇതിന് ഹൈറ്റ് നമ്പർ 2വിനേലും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഇല ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതൊരു എന്താ പറയുക, ഒരു മോഡൽ, ഒരു C മോഡലിലേക്ക് പതുക്കെ ഇങ്ങനെ ചരിഞ്ഞു വരും ഇല. മറ്റേതിൻ്റെ ഇല അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ നേരെ നിൽക്കും. അതാണ് നമ്പർ 2വിൻ്റെ ഒരു ചെടിയിൽ കാണുമ്പോൾ. അതേപോലെ ചിമ്പ് എല്ലാം നേരെ വളരും. അതാണ് നമ്പർ 2വിൻ്റെ. അത് ചെടി കാണുമ്പോൾ ഞാനത് ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ.